വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പ്രണയിച്ചു വഞ്ചിച്ച് മറ്റൊരാളുടെ കൈപ്പിടിയിലേക്ക് അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവരിൽ നിന്ന് കാശ് വാങ്ങി വന്നവനാണ് താനെന്ന് പോലും വിശ്വ നിമിഷം ഓർക്കുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോൾ തന്നോട് പറഞ്ഞ അതേ ഇഷ്ടം തനിക്ക് അവളോടുമുണ്ടെന്ന് അവന്റെ മനസ്സ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. CS ഗ്രൂപ്പിലെ 5 ലക്ഷം രൂപ കൈപ്പറ്റി അതിന്റെ കടമ കാണിക്കാൻ വേണ്ടിയല്ലാത്തൊരിഷ്ടം. മിത്ര പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടമാണ് അവന്റെ ജീവിതത്തിലേക്ക് അവളെയും ചേർത്ത് വെക്കാൻ പാകത്തിനുള്ളൊരിഷ്ടം. മിത്ര, എനിക്ക് നമ്മൾ തമ്മിൽ ആൾക്കു മുന്നിൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവനൊരു നിമിഷം നിന്നു. നമ്മൾ തമ്മിൽ അന്തരത്തെക്കുറിച്ചാണ് വിശ്വ പറയുന്നെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർത്തിട്ടില്ല. ഇപ്പോഴെന്നല്ല, ഇനി അങ്ങോട്ടും അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരാൾ, എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നൊരിടം, അതിനേക്കാൾ ഉപരി എനിക്ക് ധൈര്യവും വിശ്വാസമുള്ള ഒരാൾ. എൻ്റെ സ്നേഹത്തിന് അറിയാതിരിക്കാൻ വിശ്വക്ക് ഈ ഗുണങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. മനോഹരമായ ഒരു ചിരിയോടെ മിത്ര വിശ്വയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഇവൾക്കിതെങ്ങനെ ഇത്രയും സിമ്പിളായി പറയാൻ കഴിയുന്നു എന്നായിരുന്നു വിശ്വ എപ്പോഴും ഓർത്തത്. പക്ഷേ എൻ്റെ ഇതേ അവകാശങ്ങളും നിയമങ്ങളെല്ലാം വിശ്വക്കുണ്ടെന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണെന്നുള്ളതിനേക്കാൾ വിശ്വക്ക് എന്നെ ഇഷ്ടപ്പെടാൻ മാത്രം എന്തെങ്കിലും യോഗ്യത ഈ മിത്ര ഡെന്നിസ് മാത്യുവിനും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നോട് തിരികെ പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഇഷ്ടം കഷ്ടപ്പെട്ടുണ്ടാകാൻ നിൽക്കരുത്, മനസ്സിലായോ? മിത്ര ചിരിയോടെ അവന്റെ തോളിലേക്ക് ചാരി. അവളിലെ ആ ഭാവം അവന് ഏറെക്കുറെ ഓക്കെ ആവുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ കൂടിയും രണ്ടുപേരുടെയും മനസ്സ് പതിയെ ശാന്തമാവുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു മാറി അപ്പോഴും പോവാതെ മിത്രയുടെ വരവും കാത്ത് അവരെ ശ്രദ്ധിച്ചിരിക്കായിരുന്ന എബിന്റെ കണ്ണുകൾ അവരെ നോക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ പ്രതീക്ഷിച്ച് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഓർമ്മ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം തകർച്ചയോടെ അവൻ സ്വന്തം കാറിന്റെ സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അവരെ മാത്രം നോക്കി കൊതിയോടെ. കാറിലേക്ക് കയറി കുറച്ചു നേരത്തിന് ശേഷം തന്നോട് നിർത്താതെ സംസാരിക്കുന്ന മിത്ര കുറച്ചു നേരം കൂടി അവിടെ നിന്നതിന് ശേഷം തിരികെ പോരുകയാണ് അവർ. സ്വാഭാവികമായി തന്നെയാണ് മിത്ര ഓരോന്നും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തന്നോട് പങ്കുവെക്കുന്നതിന് മുന്നേ മിത്ര എങ്ങനെയായിരുന്നു തന്നോട് സംസാരിച്ചിരുന്ന ഇടപെട്ടിരുന്നു, അതുപോലെ തന്നെയാണ് തുടർന്ന് ഇങ്ങോട്ട് അവളുടെ പെരുമാറ്റവും സംസാരവും എല്ലാം. ഇനി തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഒരു ചമ്മൽ തീർക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ ഓരോന്നും പറയുകയാണോ? ഇടയ്ക്ക് എപ്പോഴും അവളെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിലും ആ സംശയത്തിന് യാതൊരു കാമ്പുമില്ലെന്ന് അവന് തന്നെ തോന്നി. നേരത്തെ ഉണ്ടായിരുന്ന പ്രണയാർദ്രഭാവമൊന്നുമല്ല ഇപ്പോൾ അവളിൽ. വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതും കോളേജിലെ അവൾ പഠിക്കുന്ന ആ കോഴ്സിനെ കുറിച്ച് തന്നെ, അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യത്തെ കുറിച്ച്. അവളായിട്ട് തന്നെ തുടങ്ങി വെച്ച വിഷയമാണത്. കാറിലേക്ക് കയറിയിരുന്നു. കുറച്ചു ദൂരം പോന്നിട്ടും ശ്വാസം മുട്ടിക്കുന്ന പോലുള്ള മൗനത്തെ എങ്ങനെയാണ് തകർത്തുടക്കേണ്ടതെന്നറിയാത്തൊരാശങ്കയോടെ മിത്ര തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു പരിധിവരെയൊക്കെ അവളതിൽ വിജയിക്കുകയും ചെയ്തു. അവളെ ഒട്ടും നിരാശപ്പെടുത്താത്ത ഒരു നല്ല കേൾവിക്കാരനായി മാറുകയായിരുന്നു അവന് ആ നിമിഷം മുതൽ. കോളേജിലേക്ക് എത്തിപ്പെട്ടതും ആ കോഴ്സ് എടുക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് അവൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും തന്നിലേക്ക് അവൾ എത്തിച്ചേർന്ന വഴിയെക്കുറിച്ചാണ് തനിക്ക് മുന്നിൽ വെളിവാക്കുന്നതെന്നായിരുന്നു വിശ്വയുടെ മനസ്സിൽ. ദൂരം കുറഞ്ഞു പോയതോ തങ്ങളിപ്പോ വീടിന്റെ അടുത്തെത്തിയതോ ഒന്നും അറിയാത്ത വളരെ ആത്മാർത്ഥതയോടെ മിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ കുറച്ചു മാറി വിശ്വ കാർ നിർത്തി. ഇവിടെ മതി, ഇനി വീടിന്റെ മുമ്പിൽ പോയി നിർത്തി. എന്റെ കൂടെ നിന്നെ കണ്ടിട്ട് നമ്മുടെ കെയറിങ് ചേച്ചിക്ക് വെറുതെ പ്രഷർ കൂട്ടണ്ട. ആൾക്ക് പിന്നെ ചൂടാവാൻ അത് മതിയാവും ഇന്നത്തേക്കുള്ള കാരണം, നിനക്ക് ടെൻഷൻ ആവാനും. അവിടെ നിർത്തിയ കണ്ടിട്ട് നെറ്റി വിളിച്ചു നോക്കുന്ന മിത്രക്ക് ഉത്തരമായിട്ടായിരുന്നു വിശ്വ അത് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇന്നവൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഞാൻ അവളെ കൂട്ടാതെ ഒറ്റക്ക് പോയി എന്നൊരു നല്ല കാരണമില്ലേ? മിത്ര ചിരിയോടെ തന്നെ അവനോട് ചോദിച്ചു. പിന്നെ ഇന്ന് തന്നെ നീ പറഞ്ഞാൽ ടീനയോട് വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ടോ? മിത്ര ഇല്ലെന്ന് കണ്ണിച്ചിമി കാണിച്ചു. എനിക്കതിനെ തോന്നുന്നില്ല. അവൻ പറയുന്ന എനിക്ക് തോന്നുന്നു, നിന്നെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക്. വിശ്വ അവന്റെ അഭിപ്രായം പറഞ്ഞു. എബിനെ കുറിച്ചുള്ള പരാമർശം വന്നതും വീണ്ടും മിത്രയുടെ പ്രസരിപ്പ് മാഞ്ഞു. എബിനോട് അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ മിത്ര? വിശ്വ ചിരിയോടെ ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാവാത്ത വിധം മിത്ര അവനെയും നോക്കി. സങ്കടം നല്ല വിശ്വ, ഞാൻ അവനെ വേദനിപ്പിച്ചു എന്നൊരു തോന്നല്. മിത്ര മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല, നീ അവനെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്ന് പറ. വിശ്വയുടെ മറുപടി കേട്ട് ആളും ചിരിച്ചു. അവന് നല്ല സങ്കടമായിട്ടുണ്ട്. അതവന്റെ ഓരോ നോട്ടത്തിലും ഭാഗത്തിലും എനിക്ക് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് അത് ഇന്ന് തന്നെ ഞാൻ നേരിട്ടെന്ന് അവനോട് ഇത് പറയുന്നത് അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഷോക്ക് അവനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്ത പോലെ. അവനൊരു പാവശ്യ ഈ ഇഷ്ടത്തിന് ഇത്രയും അയപ്പ് കൊടുത്ത് ഇതിങ്ങനെ വഷളാക്കി തന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാം കൂടി ചേർന്നിട്ടാ. മിത്ര അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അതെനിക്കും തോന്നിയിരുന്നു അന്ന് അവരെന്നെ കാണാൻ വന്നപ്പോൾ. അവനൊരു സാധുവാണെന്ന്.
എന്തായാലും ഇതുവരെ അവൻ കസിൻസിനെ വിളിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. പറയുന്നേ പറയട്ടെ എന്ന്. എന്നാലും പറയണ്ടല്ലേ, എത്രയും വേഗം പറഞ്ഞ അവരുടെ തുള്ളിൽ എത്രയും പെട്ടെന്ന് കഴിയുന്ന എനിക്കും സമാധാനിക്കാമല്ലോ. അപ്പോ ഒരു തുള്ളലുണ്ടാവുന്ന ഉറപ്പാണല്ലേ? അതെന്തായാലും മസ്റ്റ്. ആദ്യം അവൻ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുന്ന അവനെ ക്ലിയർ ആക്കാൻ ഒന്നുകൂടി ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് കഴിയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ കസിൻസ് കൂട്ടാ കാത്തിരിക്കാനും കുറേ കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമാവുന്നൊക്കെ അവനെ പറഞ്ഞ് പിരിയേറ്റ് ചെയ്ത്. അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്കൊരിക്കലും എപ്പിയെ മറ്റു രീതിയിൽ കാണാൻ സാധിക്കില്ലെന്ന്. അവർക്കത് പറഞ്ഞ് മനസ്സിലായില്ല. അതുകൊണ്ട് ഇനിയുള്ളതും അവരൊറ്റയ്ക്ക് തന്നെ തീരുമാനിക്കട്ടെ. മിത്ര അല്പം ദേഷ്യത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ അതിൽ തനിക്കൊന്നും പറയാനില്ലാത്ത പോലെ വിഷയൊന്നും മിണ്ടിയില്ല. ഞാനിനി പോയിക്കോട്ടെ അവൻ ചോദിച്ചുകൊണ്ട് മിത്ര ഡോർ വെക്കാൻ ശ്രമിച്ചു. നടന്നുകൊണ്ട് അങ്ങോട്ട് സ്കൂട്ടി പോയിട്ട് തിരികെ നടന്നിരുന്ന ടീനക്ക് പിന്നെ അതും സംശയമായിരിക്കും. മുരുകനോട് ഞാൻ നിന്റെ സ്കൂട്ടിയും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ എത്തും. വിശാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് സംസാരത്തിന് വിഷയദാരിദ്ര്യം വന്ന പോലെ മിത്ര പുറത്തേക്ക് നോക്കിയിരുന്നു. ഇടയിലെപ്പോഴോ എന്തോ പറഞ്ഞുകൊണ്ട് അവൾ വിശ്വക്ക് നേരെ തിരിഞ്ഞതും അവൻ തന്നെ നോക്കിയിരിക്കുന്നതാണ് അവൾ കണ്ടത്. അതോടെ അതുവരെ ഉണ്ടായിരുന്ന അവളിലെ ചിരി മാഞ്ഞു. പകരം അവൾക്കൊരു പരവേശം നിറഞ്ഞു, വല്ലാത്തൊരു ശക്തി നിറഞ്ഞ നോട്ടം. അവൾ അതുവരെ അവനിൽ നിന്ന് കാണാത്തൊരു ഭാവം, ആർദ്രത നിറഞ്ഞൊരു ചിരി. മിത്രയ്ക്ക് അതെല്ലാം പുതുമയുള്ളതായിരുന്നു. ടീനയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായാലും വേണ്ടില്ല, അവന്റെ നോട്ടത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാനാണ് അവൾക്കപ്പോൾ തോന്നിയത്. ഞാൻ പോട്ടെ വിശ്വ, ടീനയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. സ്കൂട്ടി മുരുകനോട് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ മതി. അവൾ വീണ്ടും ഡോർ തുറക്കാൻ ശ്രമിച്ചു. മിത്രയൊട്ടും പ്രതീക്ഷിക്കാതെ വിശ്വയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് ഉത്തരം വേണ്ടേ മിത്ര? അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി അവൾക്ക് നേരെ നോക്കി വിശ്വ ചോദിച്ചതും അവളുടെ ഉള്ളം വിറച്ചു. വിശ്വ അവളുടെ കയ്യിൽ വിരൽ കോർത്ത് പിടിച്ചു. അവളും അവനൊഴികെയുള്ള ബാക്കിയെല്ലാം അവന്റെ ചിന്തകളിൽ നിന്നും മാഞ്ഞു മറഞ്ഞു പോയിരുന്ന ആ നിമിഷം. കാതിൽ അവളപ്പോൾ കുറച്ചു മുമ്പേ തന്നോട് പറഞ്ഞിരുത്ത ആ ഇഷ്ടത്തിന് ഭംഗി പടർന്നു കിടക്കുന്ന സുന്ദരമായ മൗനം മാത്രം. പറയ്, എന്റെ ഉത്തരം അറിയണ്ട നിനക്ക്? വീണ്ടും അവന്റെ പതിഞ്ഞ സ്വരം. വിശ്വയുടെ നേരെ നോക്കാൻ മിത്രക്കൊരു മടി തോന്നി. അത് അവനും മനസ്സിലായി. ഉത്തരം വേണം എനിക്ക്, പക്ഷെ അതിത്ര പെട്ടെന്ന് പറയണമെന്നില്ല. നീ നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. കുറച്ചൊരു പതർച്ചയുണ്ടെങ്കിലും മിത്ര എങ്ങനെയൊക്കെയോ തന്റെ മനസ്സിലുള്ള പറഞ്ഞൊപ്പിച്ചു. ആലോചിച്ചാലും ഇല്ലെങ്കിലും പിന്നെ പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞാലും എല്ലാം എനിക്ക് പറയാനുള്ളത് പിന്നെയും പറയാൻ താമസിപ്പിക്കാതിരിക്കുന്നതല്ലേ മിത്ര നല്ലത്. അവനപ്പോഴും ശരിയാണ്, ഭംഗിയുള്ളൊരു ചിരി. നിന്നോട് ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് മിത്ര. സാമ്പത്തികമായിട്ടാണെങ്കിലും ബന്ധുപരമായിട്ടാണെങ്കിലും. എൻ്റെ സാമ്പത്തിക ബന്ധുക്കളെ ഷെയർ ചെയ്യാനുള്ള വിശ്വാ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവനാ പറഞ്ഞൊട്ടും പിടിക്കാത്ത പോലെയായിരുന്നു മിത്രയുടെ മറുപടി. എനിക്കറിയാം മിത്ര, ഞാനൊന്ന് പറയട്ടെ. ആളുടെ കൈവിരലുകളുടെ പിടുത്തം മുറുക്കി വിശ്വ ആവശ്യപ്പെടുമ്പോൾ മിത്ര തലയാട്ടി സമ്മതിച്ചു. ഒരു ഇഷ്ടം ഒരാളോട് തോന്നാൻ സാമ്പത്തികമോ ജാതിയോ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലും. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്ക് ചുറ്റുള്ളവർ അങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ കാണുന്നു ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉറപ്പാണ്. നീ കൂടിയുണ്ടെങ്കിൽ എനിക്ക് അതൊന്നൊരു പ്രശ്നമില്ല വിശ്വ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നില്ല. മിത്രക്കാളുടെ ഇഷ്ടത്തിൽ ഒരുപാട് ഉറപ്പുള്ള പോലെ വിശ്വയുടെ കൈകളിൽ അവളും മുറുകെ പിടിച്ചു. അവളുടെ ആ പ്രവൃത്തിയും വാക്കുമെല്ലാം വിശ്വയുടെ ഇടനെഞ്ചിൽ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊരംശം പോലും പുറമേ കാണിക്കാൻ വയ്യ. CR ഗ്രൂപ്പ് അവരെ ഏൽപ്പിച്ച ജോലി, താൻ വാങ്ങിയ 5 ലക്ഷം രൂപ, ഇതെല്ലാം തൽക്കാലം മറന്നു കളയുകയെ വിശ്വക്കും പിന്നെ മാർഗമുണ്ടായിരുന്നുള്ളൂ. കാരണം ആളുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന തന്നോടുള്ള ഇഷ്ടത്തിന് വല്ലാത്തൊരു ആത്മാർത്ഥതയുണ്ട്. ഏതൊരാണും തന്റെ പ്രണയിനിയിൽ നിന്നും കൊതിക്കുന്ന ആത്മാർത്ഥത. എങ്കിലും അവന് ഉറപ്പുണ്ടായിരുന്നു താനിപ്പോൾ പറയുന്ന അവളോടുള്ള തന്റെ ഇഷ്ടം അത് അവരുടെ 5 ലക്ഷത്തിന്റെ വിലയല്ല, അതിനേക്കാൾ എത്രയോ മുകളിൽ. തമ്മിലടുത്ത ഏതൊക്കെയോ നിമിഷങ്ങളിൽ മിത്ര ഡെന്നീസ് മാത്യു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച സ്നേഹത്തിന്റെ അംശങ്ങളാണ്. ഇന്ന് വരെ ലോകത്തൊരു പെൺകുട്ടിയോടും തോന്നാത്ത പ്രിയമുള്ള തന്റെ ഇഷ്ടം. എത്രയോ മുന്നേ തന്നെ തന്റെ ഇഷ്ടത്തിന്റെ അവകാശം മുഴുവൻ അവളായിരിക്കുകയാണ്. പറയൂ വിശ്വ, എനിക്കത് കേൾക്കണം. കണ്ണിമ വെട്ടാത്തന്നെ നോക്കിയിരിക്കുന്ന വിശ്വയോട് മിത്ര ആവശ്യപ്പെട്ടു. പറഞ്ഞിട്ട് വേണോ മിത്ര? പറയാതെ തന്നെ നിനക്കറിയാൻ കഴിയുന്നില്ലേ? അവന്റെ ശബ്ദം അതുവരെയും ഇല്ലാത്തത്ര ഭംഗിയുള്ളതായി. വിശ്വ കുസൃതിയോട് അവളെ നോക്കി സീറ്റിലേക്ക് ചാരി. അതൊക്കെ എനിക്കറിയാൻ കഴിയുന്നുണ്ട്, പക്ഷേ നീ അങ്ങനെ പറഞ്ഞു കേൾക്കാൻ എനിക്കൊരു കൊതി. അത് പറയുമ്പോൾ അവൾക്കും ഒരു ചെറിയ ശമ്മലുണ്ട്. അങ്ങനെയാണോ? എന്നാ പറഞ്ഞളയോ. അതേ കുസൃതിയോടെ തന്നെ അവൻ മിത്രയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു. കണ്ണിൽ അവനോടുള്ള ഇഷ്ടമൊക്കെ നിറച്ചു വെച്ച് മിത്രാവൻ പറയുന്ന കേൾക്കാൻ കാതോർത്ത് അവൻ അരികിലിരുന്നു. നീ പറഞ്ഞ പോലെ എനിക്കങ്ങനെ സാഹിത്യപരമായിട്ടൊന്നും പറയാൻ അറിയില്ല കേട്ടോ. വിശ്വ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചു. നീ ആയിട്ട് പറ, എനിക്ക് കേൾക്കേണ്ടത് നിന്നെയാണ്.
മനോഹരമായ ഒരു ചിരിയോടെ മിത്രയോ ആവശ്യപ്പെട്ടു. അവളോട് അങ്ങോട്ട് കയറിയേറ്റതുപോലെ കാര്യം അത്ര സിമ്പിളല്ലെന്ന് അവനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. നെഞ്ചിരിപ്പ് വല്ലാതെ കൂടുകയും ശരീരമാകെ ഒരു വിറ പാഞ്ഞു കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ തന്നെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവളെ കാണുമ്പോൾ ഹൃദയം പതിയെ ശാന്തമാവുന്നു. ഉള്ളിൽ അവളോടുള്ള ഇഷ്ടം മാത്രം അങ്ങനെ പതഞ്ഞു പൊങ്ങുന്നു. ഇന്നുവരെയും മറ്റാരെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കൗതുകത്തോടെയാണ് വീശി അപ്പോൾ മിത്രയുടെ കണ്ണിലേക്ക് നോക്കുന്നത്. എത്രയൊക്കെ കുതിരിമാറാൻ ശ്രമിച്ചാലും തന്നെ ഒന്നാകെ മുക്കി കൊന്നുകളയാൻ പാകത്തിനൊരു ചുഴി അവളുടെ കണ്ണുകളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൻ ആ നിമിഷം തോന്നി. പരസ്പരം നോക്കിയിരിക്കുന്നതിനിടെ, തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴമളക്കുന്നതിനിടെ പുറത്ത് മുരുകൻ വന്ന് നിൽക്കുന്നോ ഹോണടിക്കുന്നതൊന്നും രണ്ടുപേരും അറിയുന്നില്ല. ഒടുവിൽ അവൻ ഇറങ്ങി വന്ന് ഡോറിന്റെ ഗ്ലാസ്സിൽ തട്ടുമ്പോഴാണ് മിത്രയും വിശ്വയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. ഡോറ് തുറക്കുന്ന പുറത്തുനിന്ന് അവൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതോടെ മിത്രയുടെ മുഖം മങ്ങിപ്പോയി. പോട്ടെ, അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഡോർ തുറക്കാൻ ശ്രമിച്ചു. എനിക്കിഷ്ടമാണ്, എൻ്റെ ജീവനോളം മറ്റാർക്കും വേണ്ടി നിന്നെ ഉപേക്ഷിച്ചു കളയാൻ കഴിയാത്ത ആഴമുള്ള അത്രയും ഇഷ്ടം. ആളെ തനിക്ക് നേരെ പിടിച്ചു തിരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ 2 നക്ഷത്രങ്ങൾ അവിടെ കണ്ണിൽ മിന്നിപ്പൊലിഞ്ഞു. വീശിയത് ആ നിമിഷം വ്യക്തമായി കാണുകയും ചെയ്തു. അതവന്റെ ഹൃദയഭാരം വല്ലാതെ കൂട്ടുകയാണ് ചെയ്തത്. അവരെന്തോ സംസാരിക്കുകയാണെന്ന് മനസ്സിലായതുകൊണ്ട് മുരുകൻ സ്കൂട്ടി കുറച്ച് മാറ്റി നിർത്തി അതിനരികിൽ തന്നെ നിൽക്കുകയാണ്. അവരെയും പറയണ്ട കേട്ടോ, വീശി അവളോട് പറഞ്ഞു. പേടിയുണ്ടോ? ഇല്ലെന്ന് അവൻ തലയാട്ടി കാണിച്ചു. പിന്നെന്താ, നമ്മളിങ്ങനെ എത്തിപ്പെടുന്ന അവരുടെ നിഗമനം ശരിയായിരുന്നു അവർ ഇത്ര പെട്ടെന്ന് അറിയേണ്ടെന്നൊരു തോന്നൽ. എന്നാലും അറിയേണ്ടി വിശ്വ, അത് വേണം. എന്നറിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അത് പ്രശ്നമില്ല, ഞാൻ ഡീൽ ചെയ്തോളാം. ആൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞാനും കൂടെയുണ്ട്. അവൻ ഉറപ്പെടുത്തു. അതവൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇനി പോട്ടെ. വിശ അവളുടെ കൈവിട്ടു. ഞാൻ വിളിക്കാം. പുറത്തിറങ്ങി ഡോറടച്ചുകൊണ്ട് തനിക്ക് നേരെ കുനിഞ്ഞുകൊണ്ട് ബൈ പറയുന്നവളോട് വിശ്വ പറഞ്ഞു. ഒന്നും തലയാട്ടി ചിരിച്ചുകൊണ്ട് അവൾ മുരുകന്റെ അരികിലേക്ക് ചെന്നു. അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മുരുകൻ മാറിയുന്നപ്പോൾ മിത്ര സ്കൂട്ടിയിലേക്ക് കയറി. ഒന്നുകൂടി വിശ്വയെ തിരിഞ്ഞു നോക്കിയിട്ട് അവൾ അവരുടെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറിപ്പോയി. അവനോടെടാ അകത്തുണ്ടോ? എബിൻ താമസിക്കുന്ന വാടക വീടിന്റെ മുറ്റത്തിയെന്ന് ബൈക്ക് നിർത്തിയിട്ട് അഭി ചോദിക്കുമ്പോൾ എബിന്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്ന മിഥുൻ ഉണ്ടെന്ന് തലയാട്ടി. ആ അകത്തുണ്ട്. മിഥുൻ അകത്തേക്ക് കണ്ണാടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടെന്താ അവന്റെ നാവ് കളഞ്ഞു പോയോ? അതവന്റെ ചെവിയുടെ ഫ്യൂസ് അടിച്ചു പോയോ? ഫോണിലേക്ക് വിളിച്ചിരുന്ന യാതൊരു അഡ്രസ്സും ഇല്ലല്ലോ, അഭി കലിയോടെ ചോദിച്ചു. മൊത്തത്തിൽ അവരിന്ന് ആകെ കൂടി ഓഫീസിൽ വല്ലാത്തൊരു ടെൻഷൻ നിറഞ്ഞ ദിവസമായിരുന്നു. അതിനിടയിൽ എബി എന്തോ ആവശ്യത്തിന് വിളിച്ചതാണ്. ആദ്യം വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആവശ്യം അത്യാവശ്യമായതുകൊണ്ട് വീണ്ടും 2-3 പ്രാവശ്യം കൂടി വിളിച്ചെങ്കിലും അപ്പോഴും കിട്ടിയില്ല. അതോടെ ആശങ്ക കൂടി, ടെൻഷനും. വന്നിടുന്ന ഫോൺ ആളുടെ ടേബിൾ വെച്ചിട്ട് മുറിയിലേക്ക് പോയത് അബി. അതവിടെ ഇരുന്ന് അടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം അവൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ടാ. കാണാനായിട്ട് അറിയാനായിട്ടൊന്നുമല്ല, ആ മനഃപൂർവ്വം എടുക്കാത്ത. ബൈക്ക് സ്റ്റാൻഡിലിട്ട് അകത്തേക്കായിരുന്നു അബിക്കൊപ്പം നടന്നു നിന്നിട്ട് മിഥുൻ പറഞ്ഞു. അവനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മിഥുൻ പറഞ്ഞു. പറ്റിയിട്ടുണ്ടാവും, പക്ഷെ ആ പറ്റിയത് എന്താണെന്ന് അതിനെന്തെങ്കിലും അവൻ വാ തുറന്ന് മൊഴിഞ്ഞാലല്ലേ ആ പറ്റിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനു പകരം അവനിങ്ങനെ മുറിയടച്ചിരുന്ന അവന്റെ വായിൽ പറയാമെന്ന നല്ലൊരു തെറി അബി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വിഴുങ്ങി. അകത്തുണ്ട്, ചെന്നോക്ക്. എബിന്റെ മുറിയുടെ വാതിൽ ചെന്ന് നിൽക്കുന്ന അബിയോടായി മിഥുൻ പറഞ്ഞു. എന്റെ കർത്താവ്, ഇവനെ ഇങ്ങനെ മാറി മാറി വിളിച്ചിട്ട് അതൊന്നും കാണാതിരിക്കുക മാത്രമേ എന്നതാ ഇവന്റെ പ്രശ്നം. വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ടും അതിനാവുന്നില്ലെന്ന് കണ്ടതും അബിക്കൊരു ടെൻഷൻ തോന്നി. അവൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അല്പം ആശ്വാസം കിട്ടിയതായിരുന്നു. വന്നപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഫോൺ കൊണ്ടെടുത്തു, അത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോഴും ഞാൻ അവനോട് ചോദിച്ചു എന്താ പ്രശ്നം, പക്ഷെ എന്നോടൊന്നും മിണ്ടിയില്ല. പിന്നെ അവന്റെ സ്വഭാവക്കുറെ എനിക്കറിയാലോ. അവൻ പറയാൻ കരുതിയിട്ടില്ലെങ്കിൽ എത്ര തൊണ്ട പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ പറയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. പിന്നെ കുറെ കണ്ട് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നതായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴും അതേ ഇരിപ്പ് തന്നെയാ. വീണ്ടും വീണ്ടും ഞാൻ ചെന്ന് നോക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു വാതിലടച്ച് ലോക്ക് ചെയ്ത് മിഥുൻ പറഞ്ഞു. അബിയും കുറെ പ്രാവശ്യമായിട്ട് എബിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് മിഥുനെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജോലിക്ക് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി അവിടെ അടുത്തൊരു വീടിന്റെ മുകളിൽ വാടകയ്ക്കാണ് മിഥുൻ എബിയും കഴിഞ്ഞൊരു കൊല്ലമായിട്ട്. എബി ഒറ്റക്കായിരുന്നു ആദ്യം, പിന്നെയാണ് മിഥുൻ കൂടി അങ്ങോട്ട് വന്ന്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരുന്നതുകൊണ്ട് അബിക്കും മിഥുനെ അറിയാം. എബി വീട്ടിൽ തന്നെ ഉണ്ടെന്നും അവനെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്നും മിഥുനാണ് പറഞ്ഞത്. അത് കേട്ട ഉടനെ വണ്ടിയും എടുത്ത് പോകുന്നതാണ്. എബി എബി അബി വാതിൽ മുട്ടി വിളിച്ചിട്ടും അകത്തുനിന്ന് യാതൊരു അനക്കിൽ നിന്ന് കണ്ടതും പുറത്തു നിൽക്കുന്ന അബിക്കും ഇതിന് വല്ലാത്ത പരവേശം തോന്നി. എബി, നീ കാണിക്കാതെ വാതിൽ ഓർക്കുന്നുണ്ടോ? വെറുതെ മനുഷ്യൻ ടെൻഷൻ ആക്കലേട്ടോ, അല്ലെങ്കിൽ തന്നെ ഇന്ന് ഒരുപാട് ടയേർഡാ, പ്ലീസ്. വാതിൽ മുട്ടുന്നതിനൊപ്പം തന്നെ അബി പുറത്തുനിന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കൂടി അവരെ അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനിൽ നിർത്തി ആ വാതിൽ ചവിട്ടി പൊളിച്ചാറ എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിച്ചേരുന്നതിന് തൊട്ടു മുമ്പ്
അവർക്ക് മുമ്പിൽ അത് തുറക്കപ്പെട്ടു. മുറി അടച്ചു കൂട്ടി ഇതിനുള്ളിൽ കുത്തിരിക്കാൻ മാത്രം നിന്റെ ആരാടാ ചത്തുപോയത്? അത്രയും നേരത്തെ ടെൻഷൻ. വാതിൽ തുറന്ന ഉടനെ എബിക്ക് നേരെ ചാടി വീഴുകയാണ് അബി ചെയ്ത്. പക്ഷേ മുഖമുയർത്തി അവർ രണ്ടുപേരെയും നോക്കുപോലും ചെയ്യാതെ എബി തിരിഞ്ഞുപോയി ബെഡിൽ തന്നെ ഇരുന്നു. മിഥുനും അബിയും ഒന്ന് പരസ്പരം നോക്കി. അബി അവനെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, നീ അത് കൂടുതൽ വഷളാക്കാതെ സൗമ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. നീ ചോദിച്ചാൽ അവൻ പറയും, ഞാൻ അപ്പുറത്തുണ്ട്. അതും പറഞ്ഞു മിഥുൻ തിരിഞ്ഞടന്നു. വാതിൽക്കൽ തന്നെ നിന്നിട്ടൊന്ന് ശ്വാസമെടുത്ത് തന്റെ നിയന്ത്രണത്തിൽ നിന്നും തെറ്റിപ്പോയ മനസ്സിനെയും ശരീരത്തിന്റെ വിറയലിനെയും എല്ലാം ഒന്ന് ഒതുക്കിയിട്ടാണ് അബി ആ മുറിയിലേക്ക് കയറിയത്. അവൻ ചെല്ലുമ്പോൾ എബി മുഖം കുനിച്ചിരിപ്പാണ്. അങ്ങോട്ട് കയറുന്നതിനിടയിൽ തന്നെ വാതിലൊന്ന് ചാരിയിട്ട് മുറിയിലെ ആകമാനം നോക്കി. നീ വെള്ളടിച്ചിട്ടുണ്ടോ എബി? മുറിക്കുള്ളിലെ രൂക്ഷമായ ഗന്ധം കൊണ്ടായിരുന്നു അബി അങ്ങനെ ചോദിച്ച്. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ എബി എപ്പോഴും കൈകളിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്. മിഥുൻ പറഞ്ഞ പോലെ അവന് കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അബിക്ക് അതോടെ ഉറപ്പായി. പൊതുവെ അവനൊരു ശാന്തനാണെങ്കിൽ കൂടിയും അത്യാവശ്യം മനസ്സുറപ്പുള്ള കൂട്ടത്തിൽ തന്നെയാണ്. ഇതുപോലൊരവസ്ഥയിൽ ഇത്രയും തകർന്നുകൊണ്ട് അവനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്നായിരുന്നു അബി മനസ്സിലോർത്തത്. എബി മൃദുവായി വിളിച്ചുകൊണ്ട് അബി അവന്റെ അരികിൽ പോയിരുന്നു. എന്തു പറ്റിയടാ, നീ കാര്യം പറ, അല്ലാതെ ഇങ്ങനെയാണ് ഞങ്ങളറിയാ. അബി എബിയുടെ തോളിൽ പിടിച്ചു. അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എബി മുഖത്തുനിന്നും കൈകൾ മാറ്റാനും അവനോട് എന്തെങ്കിലും സംസാരിക്കാനോ തയ്യാറായില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.